ഹായ് everyone. ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റ് അഥവാ അക്കൗണ്ടന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ പരീക്ഷയുടെ എക്സാം ഡേറ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പരീക്ഷയുടെ ടെന്റേറ്റീവ് എക്സാം സിലബസ് പരിശോധിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് പി എസ് സി എക്സാം ടൈം ടേബിളിനോടൊപ്പം പുറത്തു വരുന്നതായിരിക്കും. സോ അന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ടെന്റേറ്റീവ് സിലബസിൽ നിന്ന് വളരെയധികം വ്യത്യാസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഈ അടുത്ത ആഴ്ച തന്നെ എക്സാം ടൈം ടേബിൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. സോ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത 2 കാറ്റഗറി നമ്പറുകൾക്കായി ഒരു കോമൺ പരീക്ഷയാണ് നടക്കാനിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി നമ്പർ വരുന്നത് 363/2025 ആണ്. അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കാറ്റഗറി നമ്പർ വഴി നിയമനം നടക്കുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ പരിശോധിക്കുകയാണെങ്കിൽ 364/2025 ആണ്. അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിയമനം നടക്കുന്നത്. അങ്ങനെ 2 കാറ്റഗറി നമ്പറുകളിലേക്കായിട്ട് ഒരു കോമൺ എക്സാം ആണ് വരാനിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ. അപ്പോൾ സ്കെയിൽ ഓഫ് പേ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ ബോർഡോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് പേ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത് ഒരു ബികോം ഡിഗ്രി, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ബികോം ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നത് മാത്രമായിരുന്നു. സോ എക്സാം ഡേറ്റ് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2026 ഏപ്രിൽ 25 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ 2 കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ കാറ്റഗറി നമ്പർ 363/2025ലേക്ക് 93,509 കാൻഡിഡേറ്റ്സും 364/2025ലേക്ക് 92,014 കാൻഡിഡേറ്റ്സുമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കോമ്പറ്റീഷൻ നടത്തുന്നത് ഈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനോടല്ല. കോമ്പറ്റീഷൻ ഇതിലും വളരെ വളരെ കുറവായിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്രയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒരിക്കലും കൺഫർമേഷൻ കൊടുക്കില്ല. ഓക്കെ, അപ്പൊ കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണം ഇനിയും കുറയും. ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം എക്സാമിന് അപ്പിയർ ചെയ്യില്ല. അപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വീണ്ടും കുറയാണ്. ഇനി എക്സാമിന് അപ്പിയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് റിവിഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല വന്നിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി നേടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ടെന്റേറ്റീവ് സിലബസ് പരിശോധിക്കാം. അപ്പോൾ 10 മൊഡ്യൂളുകളിലായാണ് ഈ ഒരു സിലബസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിന്റെയും വെയിറ്റേജ് 10 മാർക്കാണ്. അങ്ങനെ ആകെ 100 മാർക്കിന്റെ ഒരു OMR എക്സാം ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ അക്കൗണ്ടിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൊഡ്യൂൾസിനും 10 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. മൂന്നാമത്തെ മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. നാലാമത്തെ മൊഡ്യൂൾ മാനേജ്മെന്റ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ മാനേജറിയൽ എക്കണോമിക്സ് ആണ്. 6 കമ്പനി ലോ, 7 ക്യാപിറ്റൽ മാർക്കറ്റ്, 8 ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, 9 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, 10 ഓഡിറ്റിംഗ്. ഇങ്ങനെയാണ് സിലബസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിലബസിൽ നിന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലഘൂകരിക്കാനും ഉയർന്ന റാങ്ക് നേടാനുമായി ടെക് പി എസ് സിയുടെ അസിസ്റ്റന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. എക്സാം തീയതി വരെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടാവും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. അതുപോലെ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും മറ്റ് സംശയങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSC യുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.